കേരളത്തിലെ തദ്ദേശ വകുപ്പിന്റെ കീഴിൽ വരുന്ന സേവനങ്ങൾക്കായി പൊതുജനങ്ങൾ ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. കെ-സ്മാർട്ടിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന രേഖകൾ ഏവർക്കും വിരൽത്തുമ്പിൽ ലഭ്യമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഒരു വ്യക്തിയുടെ ജനനം മുതൽ ജീവിതകാലത്തുടനീളം ആവശ്യമായി വരുന്ന സേവനങ്ങളിൽ കൂടുതലും തദ്ദേശ സ്ഥാപനങ്ങളാണ് ലഭ്യമാക്കുന്നത്. ഈ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കാനാണ് കെ-സ്മാർട്ട് ലക്ഷ്യമിടുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് കെ-സ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നത്. കെ-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിന്യസിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാലത്തിന്റെ മാറ്റം അനുസരിച്ച് സിവിൽ സർവീസിനെ നവീകരിക്കുമെന്നും കെ-സ്മാർട്ട് എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പരിപാടിയിൽ വ്യക്തമാക്കി. നാട്ടിൽ ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് തദ്ദേശ ഭരണ വകുപ്പ്. അതേപോലെ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായി എത്തിപ്പെടുന്ന ഒട്ടേറെ വകുപ്പുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ നന്മ ലാക്കാക്കിക്കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു, ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി നല്ല അംഗീകാരം ജനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നൽകാറുണ്ട്. ജനനമരണ രജിസ്ട്രേഷൻ, വിവാഹ രജിസ്ട്രേഷൻ, ബിൽഡിംഗ് പെർമിറ്റ്, ട്രേഡ് ലൈസൻസ്, പൊതുപരാതികൾ തുടങ്ങി 400-ലധികം സേവനങ്ങളാണ് കെ-സ്മാർട്ട് വഴി ലഭ്യമാകുക. നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ നിർമ്മാണ സ്ഥലത്ത് ബാധകമാകുന്ന നിയന്ത്രണങ്ങൾ മുൻകൂട്ടി അറിയാമെന്നതും ലോകത്ത് എവിടെ നിന്നും വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാമെന്നതും കെ-സ്മാർട്ടിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.